സോയ കൊണ്ട് നല്ലൊരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയാലോ എന്നാവാം. അല്പം സോയ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം സോയ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, ഉള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് കൂടെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് ഇതിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ഡ്രൈ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.